Hello guys, welcome back to my YouTube channel. എല്ലാവരും എന്തെടുക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു? ഞാനിവിടെ അടിപൊളിയായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് എനിക്കൊരു ഓഫീസ് ഡേ ആണ്. ഇന്ന് വെനസ്ഡേ ആണ് കേട്ടോ. എനിക്ക് മാസത്തിൽ 2 വട്ടം ഓഫീസിൽ പോയാൽ മതി. ലാസ്റ്റായിട്ട് പോയത് ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു. എനിക്ക് നല്ല ഓർമ്മയില്ല, പക്ഷേ നല്ല മടിയുണ്ട് ഇന്ന് പോകാനായിട്ട്. പോരാത്തതിന് ഞാനിന്ന് ഒറ്റയ്ക്കുള്ളൂ, എൻ്റെ ടീംമേറ്റ്സ് ആരും തന്നെ ഇല്ല. ഒരു ട്രെയിനിങ് ഉണ്ട്, അപ്പോൾ അതിന് എന്തായാലും മസ്റ്റായിട്ട് അറ്റൻഡ് ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് പോയേ പറ്റുള്ളൂ. രാവിലെ തന്നെ എണീച്ചു. ഇപ്പോൾ സമയം ഒരു 6:30 കേട്ടോ. നല്ല വെട്ടമുണ്ട് പുറത്ത്. ഇപ്പോൾ ഇവിടെ സമ്മർ ആയതുകൊണ്ട് നേരത്തെ നേരം വിളിക്കും. അതൊരു 5:30 ആകുമ്പോഴത്തേക്കും ഇതുപോലെ വെട്ടം വരും. അപ്പോൾ തന്നെ നമ്മൾ നേരത്തെ എണീക്കാൻ തന്നെ തുടങ്ങും, ഇത്രയും വെട്ടം വരുമ്പോൾ തന്നെ. പിന്നെ അതാ നേരെ പോയി ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഒന്നും തന്നെ ഉണ്ടാക്കുന്നില്ല. ഒരു ബ്രെഡ് ആൻഡ് ബട്ടർ ആക്കി, പിന്നെ കുറച്ച് ജ്യൂസും കുടിക്കാമെന്ന് വിചാരിച്ചു. ടീ കോഫിയൊക്കെ രാവിലെ എനിക്ക് അത്ര നേരത്തെ കുടിക്കണമെന്ന് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ലൈറ്റായിട്ട് ജ്യൂസും പിന്നെ ഒരു ബ്രെഡ് ആൻഡ് ബട്ടറും കഴിച്ച് അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് സൈഡാക്കി. അത് കഴിഞ്ഞ് ഞാൻ നേരെ ഡ്രസ്സ് മാറാനായിട്ട് പോയിട്ടോ. അപ്പോൾ ഇന്നൊരു സ്കേർട്ട് ആൻഡ് ടോപ്പാണ് പെയർ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലത്തെ ഡ്രസ്സുകളൊക്കെ ഇടാനായിട്ട്. ഇപ്പോൾ സമ്മർ ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റും. വിൻ്റർ ആയി കഴിഞ്ഞാൽ ഇത് ഇടാൻ പറ്റത്തില്ല. ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒന്നും ചെയ്യാൻ സമയമില്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒരു സ്കിൻ കെയർ ചെയ്തങ്ങ് വിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സ്നെയിൽ മ്യൂസിയം സീറം അപ്ലൈ ചെയ്തായിരുന്നു. ഞാൻ എപ്പോഴും അപ്ലൈ ചെയ്യുന്ന സാധനമാണ്. എനിക്ക് ഭയങ്കര ഡ്രൈ സ്കിന്നാണ്. അപ്പം അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഇപ്പോൾ ഒരുപാട് മാറ്റമുണ്ട് കേട്ടോ. അത് ആരെങ്കിലും ട്രൈ ചെയ്യാത്തതുകൊണ്ട് ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ ഞാനൊരു മോയ്സ്ചറൈസർ ഇട്ടു. അതിനുശേഷം സൺസ്ക്രീം എൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഞാൻ ബ്യൂട്ടി ഓഫ് ജോസിൻ്റെ ആണ് യൂസ് ചെയ്യുന്നത് സൺസ്ക്രീം. നല്ല അടിപൊളി സൺസ്ക്രീമാണ്, വൈറ്റ് കാസ്റ്റ് ഒന്നും ഇല്ല. ഒരു 1.5 വർഷത്തിന് മുകളിലാണ് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അതിനുശേഷം പെട്ടെന്ന് പോയി കണ്ണൊക്കെ എഴുതി ഒന്ന് സെറ്റാക്കി, പിന്നെ ഒരു ലിപ്സ്റ്റിക് ഇട്ടു, ബ്ലഷ് ഇട്ടു, ഹെയറും ചെയ്തിട്ട്. ഇതൊക്കെ ഒരു 10 മിനിറ്റിൽ ചെയ്തതുകൊണ്ട് എനിക്ക് ഇടയ്ക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതാ നേരെ ഓഫീസിലേക്ക് പോവാണ്. ഇപ്പോൾ സമയം 7:40 ആയിട്ടോ. 10 മിനിറ്റ് ഉള്ളൂ ഓഫീസിൽ നിന്ന്. അപ്പോൾ ആൾ ഹസ്ബൻഡ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നോർമലി ബസ്സിൽ പോകണം. പിന്നെ അത് ഈ കാണുന്നതാണ് എൻ്റെ ഓഫീസ് ബിൽഡിങ്. കറക്റ്റ് 7:58 ആയപ്പോഴത്തേക്ക് ഞാൻ ഓഫീസിലെത്തി കേട്ടോ. ഞാൻ പോയി. ആക്ച്വലി ഞങ്ങളുടെ ഓഫീസ് ബേസ്ഡ് ടീം അല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാൻ അങ്ങനെ പ്രോപ്പർ ഓഫീസ് സ്പേസ് ഇല്ല. ഇപ്പോൾ ഞാൻ എൻ്റെ പ്രൊജക്റ്റിൻ്റെ ടീമിൻ്റെ കൂടെയാണ് ഇരിക്കുന്നത്. എനിക്കാണെങ്കിൽ അവിടെയുള്ള ആരെയും വലിയ പരിചയമില്ല. അവിടുത്തെ സീനിയർ മാനേജേഴ്സിനെ അല്ലാതെ അവിടുത്തെ ജൂനിയേഴ്സിനെ ആരും എനിക്ക് പരിചയമില്ല. അപ്പം എനിക്ക് സീനിയർ മാനേജേഴ്സിൻ്റെ കൂടെയായിരുന്നു ട്രെയിനിങ്. രാവിലെ കയറിയ ട്രെയിനിങ് ആണ്. അപ്പോൾ അത് 12:30 ആയപ്പോഴത്തേക്കും ട്രെയിനിങ്ങിന് കഴിഞ്ഞ്, അതായത് ലഞ്ച് ബ്രേക്കിൻ്റെ സമയമായപ്പം പോയി ക്യാൻറ്റീനിൽ പോയി ലഞ്ച് കഴിച്ചു. ഞാനൊരു ചീസ് ആൻഡ് ചിപ്സ് ആയിരുന്നു കേട്ടോ കഴിച്ചത്. അതിനുശേഷം 2:30 ആയപ്പോഴത്തേക്കും ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ 4th ഫ്ലോറിൽ ഞങ്ങളുടെ വേറൊരു ടീമും കൂടി ഉണ്ട്. അപ്പോൾ അവിടെ പോയിരുന്ന് കുറച്ച് നേരം വർക്ക് ചെയ്ത് കറക്റ്റ് 4 മണിയായപ്പോഴത്തേക്കും ഞാൻ ലോഗ് ഔട്ട് ചെയ്തു, ഇറങ്ങുന്നതാണ് ഈ കാണുന്നത്. ഈ കാണുന്നത് നമ്മുടെ ലിഫ്റ്റാണ്. ഈ ലിഫ്റ്റ് എനിക്ക് ഭയങ്കര മെമ്മറി ഉള്ളതാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നേ, അവൾ ഡൽഹിക്കാരിയായിരുന്നു, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന. അവൾ ഞാൻ ഭയങ്കര ഫ്രണ്ട്സായിരുന്നു. അപ്പോൾ അവൾ തിരിച്ചു പോയി. അവളും ഞാനും ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുത്തേക്കണം ആ ലിഫ്റ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ്. അപ്പോൾ ആ ലിഫ്റ്റിൽ കയറുമ്പോൾ എപ്പോഴും എനിക്ക് അവൾ ഓർമ്മ വരും. അപ്പോൾ അതാ ഇന്ന് ബേസിൽ വന്നിട്ടുണ്ട്. ബേസിലുള്ള ദിവസം എനിക്ക് ചെറിയ ആശ്വാസം കേട്ടോ. ഓഫീസിൽ പോകാനും വരാനും ഒക്കെ ആണെങ്കിലും ബേസിൽ നിന്ന് തന്നെ വിളിച്ചുകൊണ്ട് പോയിക്കോളും. അപ്പോൾ അതാ ബേസിൽ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ നേരെ പുറത്തായിട്ട് ഇറങ്ങിയാണ്. നമുക്ക് അകത്തോട്ട് കയറാൻ മാത്രം മതി കേട്ടോ. തിരിച്ച് പോകാൻ നേരത്തെ ഡോറെല്ലാം ഓട്ടോമാറ്റിക് ഓപ്പൺ ആയിക്കോളും. ബേസിൽ വന്നിട്ടുണ്ട്. നമ്മളിവിടുന്ന് നേരെ പോയത് കോസ്കോയിലോട്ടായിരുന്നു കേട്ടോ. ചെറിയൊരു ഷോപ്പിങ്ങിന് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ കോസ്കോയിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് നമ്മുടെ ചക്കപ്പഴം ഇരിക്കണുണ്ടത്. എന്നോട് നാത്തും പറഞ്ഞായിരുന്നു ചക്ക വന്നിട്ടുണ്ട് ചേച്ചി കോസ്കോയിൽ നിന്ന്. ഒന്ന് പോകുമ്പോൾ മേടിക്കണമെന്ന് വിചാരിച്ച് പോയി ഒരു ചക്കയൊക്കെ എടുത്ത് പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ മേടിച്ച് നേരെ വീട്ടിലെത്തിയിട്ടോ. അപ്പോഴത്തേക്ക് സമയം 5:30 ആയിരുന്നു കേട്ടോ. സമയം 6:15 ആയിരുന്നു. പിന്നെ നേരെ വീട്ടിൽ കയറി എൻ്റെ കോലം കണ്ടില്ല. രാവിലെ പോയ കോലം വൈകുന്നേരം വന്ന കോലം നോക്കി ആകെ ടയേർഡായിരുന്നു കേട്ടോ. ഇനി എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്നുള്ള രീതിയിലാണ് വന്നത്. പിന്നെ ഞങ്ങൾ കോസ്കോയിൽ നിന്നൊരു പിസ്സ ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ബേക്ക് ചെയ്ത് അതൊക്കെ കഴിച്ചതാണ് ഞങ്ങൾ ഇങ്ങനെ റിലാക്സ് ചെയ്തിരുന്നു. ഇനിത്തെ 2 ദിവസം എനിക്ക് ഓഫീസിൽ പോകണ്ട കേട്ടോ. ഞാൻ ആനുവൽ ലീവാണ്. ഇവിടുത്തെ UK എനിക്ക് ബ്രിട്ടീഷ് കൾച്ചറിൽ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം അതാണ്. നമ്മുടെ ഓഫീസിൽ നമുക്കൊരു വർക്ക് റിലേറ്റഡ് സ്ട്രെസ് ഉണ്ടെങ്കിൽ മാനേജർ നമ്മളോട് പറയും നമ്മളോട് ആനുവൽ ലീവ് എടുക്കാനായിട്ട്. എന്നെ സംബന്ധിച്ചൊരു 2-3 ആഴ്ചയായിട്ട് നല്ല രീതിയിൽ വർക്ക് പ്രഷർ ഉണ്ടായിരുന്നു. ടീമിൽ ഒരാളുണ്ടായിരുന്നില്ല, ഒരാൾ സിക്ക് ലീവ് ആയിരുന്നു. അപ്പോൾ ഒബ്വിയസ്ലി എനിക്ക് അവരുടെ എല്ലാം വർക്ക് കവർ ചെയ്യണമായിരുന്നു. അതുകൊണ്ട് തന്നെ അവരൊക്കെ തിരിച്ച് വന്നപ്പോഴത്തേക്കും എന്നോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്നേഹ യൂണിയുടെ ബ്രേക്ക് എന്ന്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഒരു 2 ഡേയ്സ് ആനുവൽ ലീവ് എടുത്തു. അപ്പോൾ മൊത്തം എനിക്ക് 4 ഡേയ്സ് ഉണ്ട്. ഞാൻ ലോങ് വീക്കെൻഡാണ് അപ്പോൾ ഈ ആഴ്ച. അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കുറച്ച് ടൈം എനിക്ക് വേണ്ടി കിട്ടുമല്ലോ എന്ന് ഓർത്ത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഒരു ഡേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.